ഗാഡ്ജറ്റ് ടെക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാട്സപ്പ് പേയ്മെൻറ്റിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. വാട്സപ്പ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സംശയ നിവാരണങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ചതാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ ഫോണിൽ വാട്സപ്പ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, നമ്മുടെ ഫോണിൽ വാട്സപ്പ് പേയ്മെൻറ്റ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. വാട്സപ്പ് പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ വന്നവർക്ക്, ചിലവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഫോണിൽ വരാം. അങ്ങനെ വന്നവർക്ക് അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള സംശയമുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അത് നോക്കി അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് സെറ്റപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫോണിൽ ആ വാട്സപ്പ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതുപോലെ ഉണ്ടാകുന്ന മറ്റ് സംശയങ്ങൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 2018 മുതൽ തന്നെ വാട്സപ്പ് പേയ്മെൻറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അതൊരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റിങ്ങിനുള്ള പെർമിഷനോട് കൂടിയാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരുന്നത്. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ അതിൻ്റെ UIയും അതേപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു, കുറച്ചും കൂടി അത്ര യൂസർ ഫ്രണ്ട്ലി അല്ലായിരുന്നു, ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടിമുടി മാറ്റത്തോടെയാണ് വാട്സപ്പ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ UI ആണ്, വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. മൊത്തത്തിൽ അടിമുടി മാറ്റമായിട്ടാണ് വാട്സപ്പ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്. എങ്കിലും ഇത് ഇപ്പോഴും എല്ലാവർക്കും ലഭ്യമല്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇപ്പോഴും ലഭ്യമുള്ളൂ. അതിനും ഒരു കാരണമുണ്ട്. നമുക്കറിയാം, ഇത്തരം സൗകര്യങ്ങൾ യൂസേഴ്സ് നൽകുമ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ ആവശ്യമുണ്ട്. 2 വർഷം മുന്നേ ടെസ്റ്റിംഗ് ആരംഭിച്ചിട്ടും ഇപ്പോൾ മാത്രം വാട്സപ്പ് ഇത് കൊമേഴ്സ്യലായിട്ട് ലോഞ്ച് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ താമസിക്കാനുണ്ടായ കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ ലഭിക്കാത്തതായിരുന്നു. ഇപ്പോഴും വാട്സപ്പിന് ലഭിച്ചിരിക്കുന്ന പെർമിഷൻ 30 മില്യൺ യൂസേഴ്സിന് ഈ സൗകര്യം നൽകാൻ വേണ്ടി മാത്രമാണ്. നമുക്കറിയാം, വാട്സാപ്പിന് ഇന്ത്യയിൽ മൊത്തത്തിൽ 400 മില്യൺ യൂസേഴ്സ് ഉണ്ട്. അതിൽ വെറും 30 മില്യൺ യൂസേഴ്സിന് മാത്രമേ ഈ സൗകര്യം നൽകാൻ വാട്സാപ്പിന് പെർമിഷൻ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഡിഫോൾട്ടായിട്ട് ഈ ഒരു സംവിധാനം ഉള്ളത്. ഇത് എവിടെയൊക്കെ കിട്ടും? ഇപ്പോൾ വാട്സാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. അതായത് നമ്മൾ +91 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യൻ നമ്പറുകളിലാണ് നമുക്ക് ഈ വാട്സപ്പ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇപ്പം വിദേശത്തേക്കുള്ള ആൾക്കാർ നമ്മൾ അവിടുത്തെ വിദേശ രാജ്യങ്ങളിലെ നമ്പറാണ് വാട്സപ്പായിട്ടും UPI ആയിട്ടും ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ഈ സംവിധാനം ലഭിക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലും പിന്നെ ബ്രസീലിലും ഈ സംവിധാനമുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും താമസിയാതെ ഈ സംവിധാനം വരും എന്നാണ് വാട്സപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ഇത് ഇന്ത്യയിലും ബ്രസീലിലും മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇന്ത്യൻ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തത്, വാട്സപ്പ് നമ്പർ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളുടെ ആ വാട്സപ്പ് UPIയിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ ഗൂഗിൾ പേയിലും അല്ലെങ്കിൽ ഫോൺ പേ അതുപോലെ ഒരുപാട് ആമസോൺ പേ അത്തരം ഒരുപാട് ആപ്പുകളുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും UPIയിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭീം ആപ്പ് അത്തരം UPIകൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ആയിരിക്കണം. അതായത് നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കണം, ആ വാട്സപ്പ് നമ്പർ തന്നെ നമ്മുടെ UPI നമ്പറും ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംവിധാനം നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇനി നമ്മൾ നോക്കുന്നത് ഈ പേയ്മെൻറ്റ് സംവിധാനം, വാട്സപ്പ് പേയ്മെൻറ്റ് സംവിധാനം നമ്മുടെ ഫോണിൽ വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ അത് ആക്ടിവേറ്റ് ആക്കാം, അല്ലെങ്കിൽ ആ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഉൾപ്പെടുത്താം. ആൻഡ്രോയിഡിലേതുപോലെ തന്നെ iOSലും ഇതുണ്ടോ എന്ന് സംശയം വന്നേക്കാം. iOSലും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഇല്ലെങ്കിൽ അതെങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. അതിനാണ് ചെയ്യേണ്ടത്, ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ ആക്ടിവേറ്റ് ആയ ഏതെങ്കിലും യൂസേഴ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അവരോട് പേയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ പറയുക. അതായത് ഈ സംവിധാനം ഉള്ള ആൾക്കാർക്ക് നമ്മുടെ നമ്മുടെ വാട്സപ്പിലെ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ അറ്റാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫോട്ടോയും അതുപോലെ കോൺടാക്ട്സ് മാപ്പൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു അറ്റാച്ച് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ അതിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഏകദേശം മധ്യഭാഗത്തായിട്ട് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തലക്കുള്ള ആൾക്കാർക്ക് ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പണം അടക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവർക്ക് നോട്ടിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ നോട്ടിഫൈ അവർ ടാപ്പ് ചെയ്യുമ്പോൾ ആ മറുതലയ്ക്കുള്ള ആളിലേക്ക് ആ മെസ്സേജ് വരികയാണ്. ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കാണാൻ സാധിക്കില്ല, നിങ്ങൾക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ചു ക്ലിയർ ചെയ്തു, വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ മെനു ടാപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് പേയ്മെൻറ്റിൽ ഓപ്ഷൻ വന്നായി കാണാൻ സാധിക്കും. ഒന്നുകൂടെ പറയാം,
നിങ്ങൾക്ക് വാട്സപ്പ് പേയ്മെൻറ്റ് എന്നുള്ള ആ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളെ സമീപിക്കുക, അവരോട് നോട്ടിഫൈ ചെയ്യാൻ പറയുക. അവർ നോട്ടിഫൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആ സംവിധാനം വരും. എന്നാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ മെസ്സേജ് കാണാൻ സാധിക്കില്ല. ഇനി iOS ആണെങ്കിൽ ചെയ്യേണ്ടത് ഇതേ പ്രൊസീജിയർ തന്നെയാണ്. എന്നാൽ iOSൽ ചിലപ്പോൾ ആ നോട്ടിഫിക്കേഷൻ മെസ്സേജ് കാണാൻ സാധിക്കും, ചിലപ്പോൾ സെറ്റിങ്സിൽ പേയ്മെൻറ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ മറുതലക്കുള്ള ആൾ അയച്ച നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഉണ്ടാകും. അതിൽ സെറ്റപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഡയറക്റ്റായിട്ട് ആ സെറ്റിങ്സിലേക്ക് പോകാൻ സാധിക്കും. iOSൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ 2 പ്രാവശ്യം നോട്ടിഫൈ ചെയ്യേണ്ടി വരും. iOSന് ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്തെങ്കിൽ 1ാമത്തെ പ്രാവശ്യം നോട്ടിഫൈ ചെയ്ത് ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിരിക്കും കാണാൻ സാധിക്കുക. അതേപോലെ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് വാട്സപ്പ് ബിസിനസ്സിൽ ഈ സംവിധാനം ലഭ്യമാണോ എന്നുള്ള കാര്യം. എന്നാൽ വാട്സപ്പ് ബിസിനസ്സിൽ ഇപ്പോൾ നിലവിൽ ഈ സംവിധാനമില്ല. എന്നാൽ ഏത് സമയത്തും പേയ്മെൻറ്റ് ഓപ്ഷൻ വാട്സപ്പ് ബിസിനസ്സിൽ വരാം. ഏതായാലും ഇപ്പോൾ ഈ നിമിഷം വരെ വാട്സപ്പ് ബിസിനസ്സിൽ ഈ സംവിധാനം വന്നിട്ടില്ല. വരാൻ സാധ്യത ഏറെയാണ്. കാരണം നമുക്കറിയാം വാട്സപ്പ് ബിസിനസ്സിൽ ഈ അടുത്തായിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു വ്യാപാര സ്ഥാപനമോ ഒരു ബിസിനസ്സോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പാകത്തിൽ നമ്മുടെ വാട്സപ്പ് ബിസിനസ് പ്രൊഫൈലിൽ നമുക്കൊരു ഷോപ്പിംഗ് സൈറ്റാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ബിസിനസ്സിൽ ഒരു കാർട്ട് ഐക്കൺ കൂടി വന്നിട്ടുണ്ട്. ആ കാർട്ട് ഐക്കൺ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ അത് ലിസ്റ്റ് ചെയ്യും. ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് യൂസേഴ്സിന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പ് ബിസിനസ് ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ കൂടി വന്നാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ തന്നെ സാധനം അവർക്ക് തിരഞ്ഞെടുത്ത് അവർ തന്നെ പേയ്മെൻറ്റ് നടത്താനുള്ള സംവിധാനം വരും. ഏതായാലും ഇപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് സംവിധാനം ബിസിനസ്സിലില്ല. ഏതായാലും ആ ഒരു സംവിധാനം വരുന്നത് കൂടി നമ്മുടെ വാട്സപ്പ് ബിസിനസ് പ്രൊഫൈൽ മൊത്തത്തിൽ ഒരു ഷോപ്പിംഗ് ആപ്പായിട്ട് തന്നെ മാറും. അടുത്ത ഉണ്ടാകുന്ന സംശയമാണ്, നമുക്കറിയാം നമ്മൾ നേരത്തെ UPI ഉപയോഗിച്ച് അല്ലെങ്കിൽ UPI ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള സൈറ്റുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. വേറെ ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. റീചാർജ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് സംവിധാനങ്ങളുണ്ട് അത്തരം ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള UPI ആപ്പുകളിൽ. അത്തരം കാര്യങ്ങൾ ഈ വാട്സപ്പ് പേയ്മെൻറ്റിൽ സാധിക്കുമോ എന്ന സംശയം സാധാരണ ഉണ്ടാകാം. എന്നാൽ വാട്സപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഒരാൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ ചിത്രങ്ങളോ വീഡിയോസോ അയച്ചു കൊടുക്കുന്നത് പോലെ പണവും അയച്ചു കൊടുക്കാം എന്ന് മാത്രമേ വാട്സപ്പ് ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റ് UPI ആപ്പുകളുടെ അല്ലെങ്കിൽ മറ്റ് UPI ആപ്പുകൾ നൽകുന്ന സൗകര്യങ്ങളൊന്നും അല്ലെങ്കിൽ സേവനങ്ങളൊന്നും വാട്സപ്പ് പേയ്മെൻറ്റ് നൽകുന്നില്ല. നമുക്ക് മറ്റൊരു വ്യക്തിക്ക് പൈസ അയച്ചു കൊടുക്കാമെന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. നമുക്ക് റീചാർജ് ചെയ്യാനോ ബാലൻസ് ചെക്ക് ചെയ്യാനൊന്നും ഏതായാലും ഇപ്പോൾ ഈ വാട്സപ്പ് പേയ്മെൻറ്റ് ഉപയോഗിച്ച് സാധ്യമല്ല. അപ്പോൾ വാട്സപ്പ് പേയ്മെൻറ്റുമായിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി മറ്റേതെങ്കിലും കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമല്ല, അതായത് എവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ഫോണുകളിൽ വാട്സപ്പ് ഓപ്ഷൻ വരാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടി ഈ ഒരു ഓപ്ഷനുള്ള ഒരു യൂസേഴ്സിന് എവിടെ നിന്ന് ലഭ്യമാകും അല്ലെങ്കിൽ എവിടെ നിന്ന് തേടിപ്പിടിക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടാകാം. അപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ, അത് iOS ആയാലും ആൻഡ്രോയിഡ് ആയാലും നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പർ, ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങളുടെ ഫോണുകളിലേക്ക്, നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആ ഒരു ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ അയച്ചു തരാം. നിങ്ങളുടെ ഫോണുകളിൽ പിന്നെ ആ ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ നമ്പർ, ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് എന്തെങ്കിലും, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന അതേ സമയത്ത് തന്നെ, ഞാൻ നേരത്തെ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിലും പറഞ്ഞിരുന്നു, അതിൻ്റെ തംബ്നെയിലും ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഇൻവിറ്റേഷൻ ആവശ്യമുള്ളവർക്ക് എന്നെ സമീപിക്കാവുന്നത്. അങ്ങനെ ധാരാളം പേർ, എനിക്ക് തോന്നുന്നു 100-ൽ കൂടുതൽ ആൾക്കാർ എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജ് ഞാൻ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ അയക്കുന്ന അതേ ഇൻസ്റ്റൻറ്റ് തന്നെ എനിക്ക് റിപ്ലൈ തരാൻ സാധിച്ചെന്ന് വരില്ല. നിങ്ങൾ കുറച്ച് ക്ഷമ കാണിക്കണം. എനിക്ക് സമയം കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. ജോലിയുടെ മറ്റോ തിരക്കിൽ നിങ്ങൾ അയക്കുന്ന അതേ ഇൻസ്റ്റൻറ്റിൽ ചിലപ്പോൾ എനിക്ക് തിരിച്ചയക്കാൻ സാധിക്കാറില്ല. അപ്പോൾ ചിലരൊക്കെ വോയിസ് കോൾ ചെയ്യാറുണ്ട്, ചിലർക്ക് ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ വിളിക്കാൻ ശ്രമിക്കരുത്. ഈ ഒരു ആവശ്യത്തിനായിട്ട് എന്തായാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ എത്ര പേർക്ക് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സേവനം ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, കോൾ ചെയ്യരുത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാനത് അത് എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് റിപ്ലൈ ചെയ്ത് തരാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.